ഹലോ ഫ്രണ്ട്സ്, ക്യൂക്ക് ഈസി കുക്കിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പയർ പായസമാണ്. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചതിന് ശേഷം 3 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വറുത്തെടുക്കണം. ഈ പയർ ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ വറുക്കണം. ഇപ്പോൾ ഇത് നല്ല ഒരുമാതിരി ബ്രൗൺ ആയി നല്ല സ്മെല്ല് വരും. ഇത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കുകയാണ്. ഈ വറുത്തെടുത്ത പയർ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. അതിനകത്തോട്ട് ഒരു 3 കപ്പ് വെള്ളം ചേർക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതടച്ച് ഗ്യാസ് കത്തിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് വേവിച്ചെടുത്ത പയറാണ്. ഇനി പായസം ഉണ്ടാക്കാം. ഒരു 2 സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ പായസത്തിന് വേണ്ട കിസ്മിസ്, അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ബ്രൗൺ ആയി, അത് ഞാൻ കോരിയെടുക്കുകയാണ്. ഈ നെയ്യിലേക്ക് ഞാൻ ഈ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ശരിക്കും വരട്ടിയെടുക്കണം. ഇത് നല്ലതായിട്ട് വരട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം ഇളക്കി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 100 ഗ്രാം ശർക്കര ഉരുക്കി അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചുള്ള മധുരത്തിന് ആവശ്യമനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ശരിക്ക് തിളയ്ക്കാൻ അല്പനേരം വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ തിളച്ചു തുടങ്ങി. ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് നല്ലവണ്ണം തിളപ്പിക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി. ഇനി ഞാൻ 1-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാസ് അല്പം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അല്പം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 7 ഏലക്കായും 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ ചുക്കുപൊടിയും കൂടെ മിക്സ് ആക്കിയതാണ്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പായസം റെഡിയായി.
എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. 7-8 പേർക്ക് കഴിക്കാവുന്ന അത്ര പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും കഴിക്കാം.